നമസ്കാരം. കൗണ്ടർ പാർട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിട്ടുള്ളത് കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നിരീക്ഷകരായ ഡോക്ടർ ജയപ്രസാദും ഡോക്ടർ മോഹൻ വർഗീസുമാണ്. സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ 3 ഉപതെരഞ്ഞെടുപ്പുകളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. പാലക്കാട്, ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലേക്കും. ഇത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ദേശീയ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന നിലയിൽ ഗാന്ധി എന്ന നാമം ഉപയോഗിക്കുന്ന പ്രിയങ്കയും തിരഞ്ഞെടുപ്പിൻ്റെ രംഗത്തേക്ക് വരുന്നത് കേരളത്തിലൂടെയാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് പ്രിയങ്ക വരുമ്പോൾ രാഹുൽ ഗാന്ധി രാജിവെച്ച സീറ്റിലാണ് പ്രിയങ്ക മത്സരിക്കുന്നത്. പക്ഷെ കാര്യമായ പ്രതികരണം ഇത് ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, വോട്ടിങ്ങിൻ്റെ പോളിംഗ് ശതമാനം വൻതോതിൽ ഇടിയുകയും ചെയ്തു. ഇതിനെ എങ്ങനെ കാണും ഡോക്ടർ മോഹൻ? പോളിംഗ് ശതമാനത്തിൽ പൊതുവെ വന്ന ഒരു മന്ദത, അത് 80% ഉണ്ടായിരുന്ന പോളിംഗ് രാഹുൽ ഗാന്ധി വിജയിച്ച ആദ്യ തെരഞ്ഞെടുപ്പ് 2019 80% പോളിംഗ് ഉണ്ടായിരുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്രാവശ്യം 64% കുപ്പുകുത്തുന്ന കാഴ്ച കണ്ടു. അതിൻ്റെ രണ്ടാം തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പിൽ പോലും 72% പോളിംഗ് ഉണ്ടായിരുന്നു കൂട്ടണം. അപ്പോൾ അവിടെ ഒരു ജനങ്ങൾക്കൊരു മടുപ്പ്, ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് എന്ന ഒരു ചിന്ത പൊതുവേ ഉണ്ടായി. പ്രിയങ്ക ഗാന്ധി വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നതിൽ എനിക്ക് സംശയമില്ല, കേരളത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അവിടെ ഉണ്ടാകേണ്ട ഒരു ആവേശം വോട്ടിംഗ് കണക്കിൽ പ്രതിഫലിക്കുന്നില്ല എന്നത് നിസ്തർക്കമായ കാര്യമാണ്. പാലക്കാട് ഒരുപക്ഷെ ഏറ്റവും അധികം കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വാശിയേറിയ മത്സരം നടന്ന മണ്ഡലമാണ്, ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് പാലക്കാട്. അവിടെയും വോട്ടിംഗ് ശതമാനം 75 നിന്നും 71 അല്ലെങ്കിൽ അന്തിമ കണക്ക് വരുമ്പോൾ 72, 3% വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ചേലക്കരയിലും സമാനമായ കുറവ് വോട്ടിംഗ് പെർസെൻറ്റിൽ സംഭവിച്ചു. ഇവിടെ ഈ 3 മണ്ഡലങ്ങളെ നമ്മളൊരു പാക്കേജായി എടുത്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിക്ക് പാർലമെൻറ്റിലേക്ക് അരങ്ങൊരുക്കാൻ വേണ്ടി, രംഗപ്രവേശനം ചെയ്യാൻ വേണ്ടി മാത്രം ടൈലർ മെയ്ഡായി സംഭവിച്ച ഒരു തെരഞ്ഞെടുപ്പ്. എല്ലാം തിരക്കഥയനുസരിച്ച് നടക്കുന്നു. ഭൂരിപക്ഷത്തിൻ്റെ കണക്കിൽ മാത്രമേ അവിടെ തർക്കമുള്ളൂ. ഈ രാഹുൽ ഗാന്ധി 2019 നേടിയ 4,31,000 വോട്ടിൻ്റെ മെഗാ ഭൂരിപക്ഷം ആവർത്തിക്കാൻ അദ്ദേഹത്തിന് തന്നെ കഴിയുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 3,74,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അത് ഭൂരിപക്ഷം കുറഞ്ഞു. ഇപ്രാവശ്യം പ്രിയങ്കയ്ക്ക് അത്രയുമെങ്കിലും ഭൂരിപക്ഷം നിലനിർത്താനാവുമോ, പ്രത്യേകിച്ച് വോട്ടിംഗ് ശതമാനം 64 കുറഞ്ഞപ്പോൾ എന്നത് വലിയ ചോദ്യമാണ്. അതിനുപരിയായി അവിടെ കൗതുകങ്ങൾ ഒന്നും തന്നെ ഉണ്ട് എന്ന് കരുതുന്നില്ല. കെ സുരേന്ദ്രൻ പിടിച്ച 1,40,000 വോട്ടുകൾ ഇപ്രാവശ്യം BJP സ്ഥാനാർത്ഥിക്ക് സംരക്ഷിച്ച് നിർത്താനാവുമോ, അതിനെ മെച്ചപ്പെടുത്താനാവുമോ, അതൊരു ചോദ്യമാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇപ്രാവശ്യം എങ്ങനെ ഫെയർ ചെയ്യും, ഇതെല്ലാം അക്കാദമിക ചോദ്യങ്ങൾ മാത്രമാണ്. എന്നാൽ ചേലക്കര മണ്ഡലത്തിൽ അതല്ല സ്ഥിതി. ഭരണത്തെ നിലനിർത്താൻ തക്ക ജനവിധി ഉണ്ടായോ? ചേലക്കര കടുത്ത ചുമത്ത മണ്ഡലമാണ്. കെ രാധാകൃഷ്ണനിലൂടെ നിരന്തരം 5 പ്രാവശ്യം കെ രാധാകൃഷ്ണൻ ഓരോ പ്രാവശ്യവും ഭൂരിപക്ഷം മെച്ചപ്പെടുത്തി MLA ആയ കോൺഗ്രസ്, അന്നത്തെ ഒരു കോൺഗ്രസ് നിറം പയ്യെ ചുവപ്പിലേക്ക് മാറി. 2006 ശേഷം നിരന്തരമായി CPM ജയിക്കുന്ന ഒരു മണ്ഡലം. അവിടെ UR പ്രദീപ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോൾ പോലും, 2016 മത്സരിച്ചപ്പോൾ പോലും അദ്ദേഹത്തിന് ഭൂരിപക്ഷം 10,000 ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം. അപ്പം അങ്ങനെയെങ്കിൽ ഇവിടെ CPM സ്ഥാനാർത്ഥി UR പ്രദീപ് പരാജയപ്പെട്ടാൽ അതിനർത്ഥം ഭരണവിരുദ്ധ വികാരം കേരളമാസകലം CPMൻ്റെ തട്ടകങ്ങളിൽ ഉൾപ്പെടെ ആഞ്ഞടിക്കുന്നു എന്ന് കരുതേണ്ടി വരും. അത് ചേലക്കരയുടെ കാര്യം. അവിടെ ശ്രീ രമ്യ ഹരിദാസ് നല്ല മത്സരം തന്നെയാണ് കാഴ്ചവെക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് കടുത്ത മത്സരം അവിടെ നടക്കുന്നു, അവിടെ എന്തും സംഭവിക്കാം. അതേസമയം മറിച്ച് പാലക്കാട്ടേക്ക് എത്തുമ്പോൾ അവിടെ ജനുവിൻ ത്രികോണ മത്സരമാണ്. BJPക്ക് സാധ്യതയുള്ള കേരളത്തിലെ 15ഓളം സ്റ്റാർ മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാന മണ്ഡലമാണ്. അടിസ്ഥാനപരമായ ഗ്രാസ് റൂട്ട് ലെവൽ
BJP വർക്കുള്ള RSSന് ശക്തമായ സ്വാധീനമുള്ള ജൈവികമായ BJPക്ക് ജൈവികമായ വളർച്ച രേഖപ്പെടുത്തുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അപ്പോൾ പാലക്കാട് ക്രമാനുഗതമായി 2011 മുതലുള്ള മണ്ഡലത്തിൻ്റെ പുനഃസംഘടന നടന്ന 2009 മുതലുള്ള ആ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ പാലക്കാട് ക്രമാനുഗതമായി BJP വോട്ട് വർദ്ധിപ്പിക്കുകയാണ്. ഉദയഭാരത് മത്സരിച്ച സമയത്ത് കേവലം 19% BJPയുടെ വോട്ട് ഷെയർ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച 2016 ജനുവിൻ ത്രികോണ മത്സരമായി അത് 29% വളർന്നു. അതൊരു ത്രികോണത്തിൻ്റെ ഫീലായി. ശോഭാ സുരേന്ദ്രൻ CPM സ്ഥാനാർത്ഥിയെ 3ാം സ്ഥാനത്തേക്ക് ചവിട്ടിമാറ്റിക്കൊണ്ട് 2ാം സ്ഥാനം നേടിയെടുക്കുന്നു. അവസാനം വീണ്ടും വരുന്ന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഷാഫി പറമ്പിൽ വിജയിക്കുന്നത് കേവലം വെയ്ഫർ തിൻ മാർജിനിലാണ് 2021. അത് കേവലം 3856 വോട്ടാണ്. 2.5% വ്യത്യാസമാണ് വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പരാജയപ്പെട്ട മെട്രോമാൻ ശ്രീധരൻ എന്ന BJP സ്ഥാനാർത്ഥിയും തമ്മിൽ. അങ്ങനെ വരുമ്പോൾ BJP വോട്ട് ഷെയർ 35%, 50,000 എന്ന മാജിക് മാർക്ക് കടക്കുന്നു. നോക്കൂ, 1,36,000 വോട്ടുകൾ മാത്രമാണ് പാലക്കാട് ഉള്ളതെന്ന് നോക്കണം. അതിൽ 50,000 വോട്ടുകൾ BJPയുടെ പെട്ടിയിലുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു സത്യം, CPM വോട്ട് മറിച്ചില്ലായിരുന്നെങ്കിൽ ഈ ശ്രീധരൻ നിയമസഭയിൽ എത്തുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് സംശയമുണ്ട്. അങ്ങനെ കരുതേണ്ടി വരും. ഇപ്പോൾ അത് P. സരിൻ പരസ്യമായി അത് അക്നോളജ് ചെയ്ത്, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് അക്നോളജ് ചെയ്തെന്ന് ഓർക്കണം. അതെ, അങ്ങനെയെങ്കിൽ ഈ ശ്രീധരൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു 3,000-4,000 വോട്ടിനെങ്കിലും വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ സാഹചര്യം ഇപ്പോൾ മാറിയിരിക്കുന്നു. അത് കേരളം മലയാളികൾ കാണിച്ച ഒരു അനീതിയല്ലേ സത്യത്തിൽ? ഈ പ്രേമത്തിലും തെരഞ്ഞെടുപ്പിലും ഒക്കെ എന്തുമാകാം എന്നാണ് പൊതുവെയുള്ള ഡോക്ടർ ജയപ്രസാദ്. അല്ലാതെ തീർച്ചയായിട്ടും ഈ ശ്രീധരൻ അവിടെ ജയിക്കേണ്ടതായിരുന്നു. ആ ജയം രാഷ്ട്രീയത്തിന് അതീതമായി എന്ന് പറയുന്നത് പണ്ട് നമ്മൾ ഇവിടെ മറ്റേ BK കൃഷ്ണമേനോനെ വിജയിപ്പിച്ച മാതിരി അല്ല, അത് വി കൃഷ്ണമേനോന് മാത്രമല്ല, ഈ ശ്രീധരൻ പാലക്കാട് ജയസാധ്യതയുണ്ടായിരുന്നു. ജയിക്കാനുള്ള BJPയുടെ കരുത്തോടെ ജയിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. CPMന്റെ വോട്ട് CPMന് ലഭിച്ചിരുന്നെങ്കിൽ 100% BJP അവിടെ ജയിക്കുമായിരുന്നു. ഈ ന്യൂനപക്ഷ പോളറൈസേഷൻ നടന്നാലും കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ശ്രീധരൻ കഴിഞ്ഞ തവണ ജയിക്കേണ്ടതാണ്. കാരണം CPMന്റെ വോട്ട്, ഞാൻ CPM സരിൻ പറയുന്നതല്ല, കണക്കുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ പല ബൂത്തുകളിലെ വോട്ടും UDFനാണ് പോയത്. അതെ, നമുക്ക് ബൂത്ത് അടിസ്ഥാനത്തിലെ കണക്ക് ലഭ്യമാണ്. അത് പിരായിരി പഞ്ചായത്തിൽ വളരെ വ്യക്തമാണ്. മാത്തൂരിലും കണ്ണാടിയിലും ഇതേ സംഭവം. ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മണ്ഡലം ചേലക്കര. അതായത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ വീക്ക്നെസ്, അത് ജയിച്ചാലും തോറ്റാലും ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്ന ഒരു മണ്ഡലം ചേലക്കരയിൽ K. രാധാകൃഷ്ണൻ വ്യക്തിപരമായി ഉണ്ടാക്കിയിട്ടുള്ള, വ്യക്തിപരം എന്നുള്ളത് മാത്രമല്ല, അവിടെ മറ്റു ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം സംവരണ സീറ്റ് എന്നുള്ള തലത്തിൽ കോമ്പറ്റീഷൻ്റെ ലെവലിൽ, അതായത് മറ്റ് പുറത്തുനിന്ന് ഒരുപാട് ഇറക്കുമതി ചെയ്ത സ്ഥാനാർത്ഥികൾക്ക് സാധ്യത കുറവുള്ളൊരു മണ്ഡലം കൂടെയാണ്. അപ്പോൾ CPMന് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു ഈ ബെൽറ്റ്. തൃശ്ശൂർ ജില്ലയുടെ ഇപ്പം വടക്കാഞ്ചേരി ഈ പ്രദേശങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളായിരുന്നു. പക്ഷേ പിന്നീട് ഇടതുപക്ഷത്തിലേക്ക് പോയി ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇടതുപക്ഷത്തിനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയധികം വോട്ട് ശതമാനം കൂടിയത്. പക്ഷേ ഇവിടെ നമ്മൾ മറ്റ് വയനാട്ടിൽ വരുമ്പോഴാണ് ശരിക്കും നമ്മുടെ കോൺഗ്രസ് കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ, നെഹ്റു കുടുംബത്തിൻ്റെ അവരുടെ രക്ഷാകേന്ദ്രമായി അവർ തിരഞ്ഞെടുത്ത വയനാടെന്ന് പറയുന്നത്, അവർക്കൊരു ക്രൈസിസ് വരുമ്പോൾ 1977 റായ്ബറേലിയിൽ അമേഠിയിലും നെഹ്റു കുടുംബത്തിലെ 2 അംഗങ്ങൾ സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും തോൽക്കുമ്പോൾ അന്ന് ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കമായൊരു മണ്ഡലം തിരഞ്ഞെടുത്തത് കർണാടകത്തിലെ ചിക്കമംഗളൂർ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഇന്ദിരാഗാന്ധി 80 മത്സരിച്ചപ്പോൾ ഒരു സെക്കൻഡ് മണ്ഡലമായിട്ട് മറ്റൊരു പിന്നോക്ക മണ്ഡലം മേഡക്കായിരുന്നു. ഈ 2 മണ്ഡലങ്ങളും പിൽക്കാലത്ത് BJP ജയിക്കുകയുണ്ടായി. ശരിക്കും നെഹ്റു കുടുംബം ജയിച്ച 4 മണ്ഡലങ്ങളും അമേഠിയും റായ്ബറേലിയും ചിക്കമംഗലൂരും അതുപോലെ തന്നെ മേഡക്കും BJP പിൽക്കാലത്ത് ജയിക്കുകയുണ്ടായി. റായ്ബറേലിയിൽ ജയിക്കാൻ സാധിച്ചിട്ടില്ല BJPക്ക്. അമേഠിയിൽ വിജയിക്കാൻ സാധിച്ചു. റായ്ബറേലി എന്നും കോൺഗ്രസ് നിലനിർത്തി. റായ്ബറേലി 77 റായ്ബറേലിയിൽ ഉൾപ്പെടെ പരാജയപ്പെട്ടതാണ്. റായ്ബറേലി അന്ന് രാജ്നാരായണൻ ജയിച്ചു. പക്ഷേ അന്ന് ജയിച്ചു. അത് 77 BJPയുടെ രൂപീകരണത്തിന് മുൻപുള്ള. പക്ഷേ അത് ജനസംഘ മുന്നണിയിലുണ്ട്, ജനതാ പാർട്ടി ഉള്ള മുന്നണിയാണ്. ജനതാ പാർട്ടി വയനാട് തിരഞ്ഞെടുക്കുന്നതിന്റെ രഹസ്യം എന്ന് പറയുന്നത്, അല്ല, വയനാട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കട്ടെ, 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്
കോൺഗ്രസ് വോട്ടിന്റെ ഭൂരിപക്ഷമല്ല, അവിടെ യഥാർത്ഥത്തിൽ അവിടുത്തെ കമ്മ്യൂണൽ ആയിട്ടുള്ള സാഹചര്യമാണ് കോൺഗ്രസിനെ വയനാട്ടിലേക്ക് ആകർഷിക്കുന്നത്. കാരണം അത് കേരളത്തിൽ മലപ്പുറം ജില്ലയുടെ അല്ല, ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം വോട്ടല്ലേ അങ്ങ് ഞാൻ ഉദ്ദേശിച്ചത്? അതാ ഉദ്ദേശിച്ചത്. ഇപ്പം കേരളത്തിൽ ഇപ്പം രാഹുൽ ഗാന്ധിയെ പോലത്തെ ഒരാളിന് തിരുവനന്തപുരത്ത് എന്തുകൊണ്ട് മത്സരിച്ചുകൂടാ? കാരണം 100% തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് വിജയ സാധ്യത ഉണ്ട്. ഇപ്പോൾ ശശി തരൂരിന് പകരം രാഹുൽ ഗാന്ധി നിൽക്കുകയാണ് ചെയ്യാം. പക്ഷേ വയനാടെന്ന് പറയുന്നത് ഒരു സേഫ് സീറ്റ് എന്ന് പറയാൻ കാരണം യഥാർത്ഥത്തിൽ വയനാട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം പ്രസ്ഥാനങ്ങളുടെയും പിന്തുണയിൽ നാളെയും ഒരു കരുതലായിട്ട് എടുത്ത ഒരു മണ്ഡലമാണ്. അതുകൊണ്ടൊരു സ്റ്റാൻഡ് ബൈ ആയിട്ട് നിലനിർത്തും. കാരണം ഇത് ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ ഭാഗമായി നിലനിർത്തുന്നു. നാളെ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും ഒരു ആവശ്യം വരികയാണെങ്കിൽ ഈ മണ്ഡലത്തിലേക്കായിരിക്കും വരിക. അതിന് പ്രധാനമായിട്ട് എൻ്റെ ക്രെഡിറ്റ് പോകുന്നത് മുസ്ലിം ലീഗിനാണ്. വയനാട് എന്ന് പറയുന്ന 3 മണ്ഡലങ്ങളാണ്, അസംബ്ലി മണ്ഡലങ്ങളാണ് വയനാടിൽ വരുന്നത്. മറ്റൊന്ന് മലപ്പുറത്തും കോഴിക്കോടുമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വയനാടിലെ വോട്ടേഴ്സിൻ്റെ കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വയനാടിൻ്റെ വിധി നിർണ്ണയിക്കുന്നതും വയനാടിൻ്റെ ഭൂരിപക്ഷത്തെ ഉയർത്തുന്നതുമൊക്കെ തന്നെ മുസ്ലിം ജനസമൂഹത്തിൻ്റെ വോട്ട് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് രാഹുൽ ഗാന്ധി 2019 വരുമ്പോഴത്തേക്കും കേരളത്തിലെ അല്ലെങ്കിൽ അവിടുത്തെ വോട്ടർമാർ 80.37% പോളിംഗ് ശതമാനം ഉണ്ടായി വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അതേ രാഹുൽ ഗാന്ധി 2024 മത്സരിച്ചപ്പോഴത്തേക്കും വോട്ടേഴ്സിന്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു, 73%. ഇല്ല, അത് അദ്ദേഹം അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞത്. അപ്പം ജനകീയ പ്രശ്നങ്ങളിൽ അടുത്ത ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപമായിട്ട് അവർ അവതരിപ്പിക്കുന്ന നെഹ്റു കുടുംബത്തിലെ അടുത്ത അംഗം മത്സരിക്കുമ്പോഴത്തേക്കും അത് 64 ഇന്ദിരായുടെ പ്രതിരൂപം ചിത്രം മാത്രമാണ്. അതെ അതെ, അല്ലാതെ ഭരണമോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കാലിബറോ അല്ല. ഞാൻ സൂചിപ്പിച്ചത് ആ തരത്തിൽ പോളിംഗ് ശതമാനം. അപ്പം ജനങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് കുറയുന്നുണ്ട്. പക്ഷേ വയനാട്ടിലെ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തർക്കമില്ല. ഞാൻ വയനാട്ടിലെ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഞാൻ വറീഡല്ല. കാരണം അത് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടും ഒരു 100% മത കേന്ദ്രീകൃതമായ പോളറൈസേഷൻ നടക്കുന്ന ഒരു പ്രദേശമാണ്. 2024 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ പതാക ഇല്ലാതെ ബലൂണുകൾ നിറച്ചുകൊണ്ടുള്ളൊരു രാഹുൽ ഗാന്ധിയുടെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടാണ്. പക്ഷേ ഇത്തവണ മുസ്ലിം ലീഗ് തന്നെയാണ് പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. മുസ്ലിം ലീഗിന് തന്നെയാണ് അതിൻ്റെ ക്രെഡിറ്റ്. അതുകൊണ്ട് വയനാടിലെ വിജയത്തെ ഒരു രാഷ്ട്രീയമായ ഒരു അവലോകനത്തിന് വലിയ സ്കോപ്പുള്ള മണ്ഡലമല്ല. അല്ല, പക്ഷേ കേരളത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രതികരണം വരാൻ പോകുന്ന ഒരു പോയിന്റോട് അതിനകത്ത് എനിക്ക് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒന്ന് നെഹ്റു കുടുംബത്തിനോടുള്ള കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം അവിടെ വളരെയധികം കുറഞ്ഞു എന്ന് അവർ ആൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഞാൻ 80.37 നിന്ന് 64% പോളിംഗ് ശതമാനം വെറും 5 വർഷം കൊണ്ടാണ് 5.5 വർഷം കൊണ്ട് കുറയുന്നതാണ്. രണ്ടാമത് BJPയുടെ വോട്ട് നമുക്കറിയാം 19 നിന്ന് 24 വരുമ്പോഴത്തേക്കും ഡബിളായി. അപ്പോൾ ഈ തവണയും BJPയുടെ വോട്ട് വളരെയധികം വർദ്ധിക്കാനാണ് സാധ്യത. കാരണം വളരെ ഡൈനാമിക് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ് BJP. വളരെ യങ്ങായിട്ടുള്ള വനിതയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. വളരെ എഡ്യൂക്കേറ്റഡ് വെൽ ബിഹേവിയർഡ് ആയിട്ടുള്ള ഒരു മോഡലായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. സമൂഹത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് പൊതുസമൂഹത്തിൽ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വളരെ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. കാരണം അവരതുവരെ മത്സരിച്ചത് കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമാണ്. പക്ഷെ കോർപ്പറേഷനിൽ 2 തവണ അവർ ജയിച്ചു. ഞാൻ പറഞ്ഞത് കോർപ്പറേഷൻ അകത്താണ് അവരെ. അപ്പം അതുകൊണ്ട് മാധ്യമ ശ്രദ്ധയിൽ ഇത്രയധികം വന്നിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ ഇത്തരം ഒരു സ്ഥാനാർത്ഥിയുടെ മികവാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ മറ്റു പലരെയും കുറിച്ചുകൂടെ ചർച്ച ചെയ്തപ്പോഴാണ് നമ്മൾ അതുപോലെയുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളതും വളരെ കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി BJP നിർത്തിയത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് എനിക്ക് തോന്നുന്നു സുരേന്ദ്രൻ ലഭിച്ചതിനേക്കാളും കൂടുതൽ വോട്ട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. പോളിംഗ് പെർസെൻറ്റേജ് കുറവ് BJPയെ ബാധിക്കാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ തവണ 9% കുറഞ്ഞപ്പോഴും BJPയുടെ വോട്ട് ഡബിൾ ആകുകയാണ് ചെയ്തത്. അല്ല, ഞാൻ വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജ് അല്ല, ഈ തിരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ ഇമ്പാക്റ്റ് പ്രതികരണം എന്തായിരിക്കും? ഇപ്പോഴും ന്യൂനപക്ഷ വോട്ടിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ലെവലിലാണ് LDF UDF. ഇതിനകത്ത് മാറ്റം വരുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ദൗർബല്യം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന ജനവിധിയായിരിക്കും ഈ 3 തെരഞ്ഞെടുപ്പിൽ. അത് ജയത്തെയും പരാജയത്തെക്കാൾ ഉപരി ഈ ഉദാഹരണത്തിന് ആ തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ആശയപരമായിട്ടും സംഘടനാപരമായുമായ ഏറ്റവും വലിയ ദൗർബല്യം നമ്മൾ പാലക്കാട് കണ്ടു. സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് അവിടെ പാലക്കാട് പലതവണയും സ്വന്തം സ്ഥാനാർത്ഥി ജയിച്ച് മത്സരിച്ചൊരു സ്ഥലമാണ്. പരമ്പരാഗതമായിട്ട് അരിവാൾ ചുറ്റികയിൽ മത്സരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു പാർട്ടി ചിഹ്നം പോലും ഇല്ലാത്ത തരത്തിലേക്ക് പാർട്ടിയുടെ പാപ്പരത്വം വെളിവാക്കിയ ഒരു ഇലക്ഷനാണ് ഈ തിരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെയാണ് UDFൻ്റെ അവസ്ഥയും.
ഇപ്പോൾ UDF വയനാട് ജയിച്ചാലും ഇനി ചേലക്കരയ്ക്ക് അവർക്ക് അഡ്വാൻറ്റേജ് ആയിക്കഴിഞ്ഞാലും പൊളിറ്റിക്കലി കേരളത്തിൽ UDFും LDFും ഏറ്റവും ദുർബലമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ രാഷ്ട്രീയമായി ഏറ്റവും ദുർബലമായ ഒരു പുതിയ അധ്യായത്തിലേക്കായിരിക്കും കേരള രാഷ്ട്രീയം കടക്കാൻ പോകുന്നതും BJPക്ക് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഓപ്പൺ ചെയ്യുന്നതും കൂടെ ആയിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ്. അങ്ങ് എങ്ങനെ കാണുന്നു? ഞാൻ ഭാഗികമായി ജയപ്രസാദ് സാറിൻ്റെ നിരീക്ഷണങ്ങളെ എനിക്ക് യോജിക്കാൻ സാധിക്കും തീർച്ചയായും. കാരണം LDFിൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം വളരെ പ്രകടമാണ്. അത് നാൾക്കുനാൾ, പ്രത്യേകിച്ച് LDFിൻ്റെ മൊത്തം പറയുന്നത് ശരിയല്ല, CPMൻ്റെ രാഷ്ട്രീയ പാപ്പരത്വം. അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ പാലക്കാട് മത്സരിച്ച് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള വേദി ഒരുക്കുന്നതിൽ CPM പരാജയപ്പെട്ടു. മാത്രമല്ല കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു. ഒരു ടേൺ കൗട്ടിനെ സ്ഥാനാർത്ഥിയാക്കേണ്ട ഗതികേട് ഉണ്ടായി എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന വലിയ പൊട്ടിത്തെറികളുടെ സൂചന തന്നെയാണ് ഇത്. ഇവിടെ പാർട്ടി അണികളുടെ ആത്മവീര്യം നിലനിർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിന് കഴിയുന്നില്ല. അത് ഒരുപക്ഷെ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളിലൊക്കെ, ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളിലൊക്കെ വലിയ തോതിൽ പ്രതിനിധികൾ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ, അതൊരു ഡെമോക്രാറ്റിക് സെൻട്രലിസമുള്ള ഒരു പാർട്ടിയാണല്ലോ, പ്രതിനിധികൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നേതൃത്വം കർശനമായ നിലപാടെടുക്കുമ്പോൾ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ആ ഒരു സംവിധാനത്തെ ഒരു ജനാധിപത്യ കേന്ദ്രീകൃത വ്യവസ്ഥ കൊണ്ട് മറികടക്കാൻ CPMന് കഴിയുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തീർച്ചയായും അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര ശുഭസൂചകമല്ല CPMൻ്റെയും LDFിൻ്റെയും നില. അതൊരു വശത്ത്. അതിൻ്റെ പ്രയോജനം, LDFിൻ്റെ പോസിബിൾ പതനത്തിൻ്റെ പ്രയോജനം ലഭിക്കേണ്ടത് ആർക്ക് എന്നതാണ് പ്രധാന ചോദ്യം. ആൻറ്റി ഇൻകംബൻസിയുടെ ബെനിഫിറ്റിന് 2 ക്ലെയിമൻസ് ആണ്. മുൻപ് ഒരു ക്ലെയിമൻ്റേ ഉള്ളായിരുന്നു. BJP സംസ്ഥാനത്ത് അധികാരത്തിൽ വരുമെന്ന വിദൂര സൂചന പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ കേരളത്തിൻ്റെ ജനസാമാന്യത്തിന് വന്ന ചിന്താഗതിയുടെ ഒരു മാറ്റം, 20% വോട്ട് BJPക്ക് നേടാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഒരു 19 ലോക്സഭാ മണ്ഡലത്തിലെ സീറ്റുകൾ നോക്കുമ്പോൾ, ലോക്സഭയിലെ നടന്ന സീറ്റുകളുടെ നിയമസഭാ കമ്പോണൻറ്റുകൾ നോക്കുമ്പോൾ 19 മണ്ഡലങ്ങളിൽ ഒന്നുകിൽ BJP 1-ാം സ്ഥാനത്താണ്, അല്ലെങ്കിൽ BJP 2-ാം സ്ഥാനത്താണ്. അത് 30-ലേക്ക് മാറാൻ അധിക താമസം ഉണ്ടാവില്ല. ദ റേറ്റ് ഓഫ് ഗ്രോത്ത് അതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ജെനുവിൻ ട്രയാങ്കുലർ കോൺടെസ്റ്റിൻ്റെ BJP ഒരുപക്ഷെ 2024 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനൊന്നും സാധ്യതയില്ല. 10 സീറ്റോടുകൂടി ഒരുപക്ഷെ 3-ാം സ്ഥാനത്തായിരിക്കാം. പക്ഷേ സാന്നിധ്യം അറിയിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോഴത്തെ സൂചനകൾ വെച്ച് കൃത്യമായി പറയാം. അങ്ങനെയെങ്കിൽ അത്ഭുതകരമായ ഒരു കാര്യം അടുത്ത തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാം. UDF പടലപിടക്കങ്ങളാൽ ദുർബലമാകുകയും LDF കുറേയൊക്കെ അടിത്തറ നിലനിർത്തുകയും ചെയ്താൽ ഒരു ഹങ് അസംബ്ലി പോലും കേരളത്തിൽ ഇപ്പോൾ അചിന്ത്യമാണ്. അത് സംഭവിച്ചാൽ അങ്ങനെ ഞെട്ടേണ്ട കാര്യമില്ല. BJPക്ക് 10 സീറ്റ് ലഭിക്കുകയാണ്. 140 അംഗ നിയമസഭയിൽ ഒരു 10 സീറ്റ് ലഭിക്കുകയാണെന്ന് കരുതുക. കോൺഗ്രസ് അല്ലെ UDFന് 65-ഉം LDFന് 62-ഉം അങ്ങനെയൊക്കെ ലഭിക്കുകയാണെങ്കിൽ എന്തും സംഭവിക്കാം. അതുകൊണ്ടാണ് 2030 BJPയുടെ ഒരു സാധ്യത ഇതിൽ നിന്ന് തെളിഞ്ഞു കാണുകയാണ് എന്ന് അങ്ങക്ക്. അതിന് മുൻപ് ഒരു സംഭവം സംഭവിക്കും. അതിന് മുൻപ് 2030 മുമ്പ് അനിവാര്യമായ ഒരു പോളറൈസേഷൻ സംഭവിക്കും. UDF സംവിധാനത്തിനും LDF സംവിധാനത്തിനും ഒരുപോലെ കേരളത്തിൽ നിലനിൽക്കാനാവില്ല. ഒരു വശത്ത് BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം ഉണ്ടാവും. അതിന് ഒരു ഫിക്സഡ് ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട്. മറുപക്ഷത്തെ ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വരും. ഒരു കോൺഗ്രസ് വിമുക്ത കേരളമാണ് ഒരുപക്ഷെ LDFും BJPയും ആഗ്രഹിച്ചിരുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ CPM വിമുക്ത കേരളത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നൽകുന്നു. ഈ ഭരണപരാജയങ്ങൾ മാത്രമല്ല അതിനകത്ത് കാരണം. കേരളത്തിലെ ഏറ്റവും പ്രമുഖ സമുദായമായ ഈഴവ സമുദായത്തിന് നിർണായക പ്രാതിനിധ്യമുള്ള 2 ലോക്സഭാ മണ്ഡലങ്ങളായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലവും ആലപ്പുഴ മണ്ഡലവും. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി V. മുരളീധരൻ ആറ്റിങ്ങലിലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലും നല്ല പോരാട്ടമാണ് കാഴ്ചവെച്ചത്. 3 ലക്ഷത്തോളം വോട്ടുകൾ അവിടെ നേടുന്നു എന്ന് പറയുമ്പോൾ കട്ട ത്രികോണ മത്സരമാണ്. അതിനർത്ഥം ഈഴവ വോട്ടുകളുടെ ഒരു നല്ല പങ്ക് CPMൽ നിന്നും BJPയിലേക്ക് മാറി എന്ന് പറയുമ്പോൾ CPMൻ്റെ കോർ വോട്ടായിരുന്നു അത്. ഇത് ന്യൂനപക്ഷ ഈ പ്രീണനം കാരണം ഈഴവ സമുദായം ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം നിഷേധിക്കാൻ കഴിയുമോ? അല്ല, 2 തരത്തിലാണ്. ഞാനത് സാമുദായികമായി മാത്രം കാണാതെ പുതിയ തലമുറയുടെ ഒരു വോട്ടിംഗ് പാറ്റേണിലെ മാറ്റം കൂടെ നമ്മൾ കാണും. കാരണം ദേശീയ തലത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഉണ്ടാകുന്ന
ഒരു വികസന രാഷ്ട്രീയം അവർ കാണുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു രാഷ്ട്രീയമായ ചർച്ചകൾക്കപ്പുറത്ത് നിന്ന് വിഷ്വലായിട്ട് ആൾക്കാർക്ക് ഇതെല്ലാം, ചെറുപ്പക്കാർക്ക് ഇതെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഭാഗത്ത് നമ്മുടെ വോട്ടിംഗ് പാറ്റേണിൽ ജാതിക്കതീതമായിട്ട് ഒരു 50 വയസ്സിന് താഴെയുള്ള ആൾക്കാരുടെ വോട്ടിംഗ് ബിഹേവിയറിനെ നിർണ്ണയിക്കുന്നത് ഇന്ന് ജാതിയല്ല കേരളത്തിൽ, മറ്റ് സാമൂഹ്യമായ, രാഷ്ട്രീയമായ, സാമ്പത്തികമായ, വികസനപരമായ ഘടകങ്ങളായിരിക്കും. മറ്റൊന്ന് എക്സ്ട്രീം ഒരു പാർട്ടി കേഡർ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇന്ന് ഡൈല്യൂട്ട് ചെയ്ത് പാർട്ടി ഗ്രാമങ്ങളും പോലും ഇന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ ഞാൻ കാണുന്ന ഒരു സൂചകം എന്ന് പറയുന്നത് 2026 കേരളത്തിലെ വലത് മുന്നണികളുടെ അസ്തിത്വം അല്ലെങ്കിൽ അതിൻ്റെ എൻറ്റിറ്റി ഏതാണ്ട് ഇല്ലാതാവുകയും ഒരു UPA പാറ്റേണിലുള്ള ഗവൺമെൻറ് വരികയും ചെയ്യും. കാരണം BJP മിനിമം 1 ഡസൻ സീറ്റെങ്കിലും നേടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ ഒരു ഹാഫ് ഡസൻ സീറ്റ് BJP നേടിക്കഴിഞ്ഞാൽ പോലും കേരളത്തിലെ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാതെ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും 2004 കേന്ദ്രത്തിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയതുപോലെ കേരളത്തിലൊരു പുതിയ UPA സിസ്റ്റം നിലവിൽ വരും. അതായത് INDA മുന്നണി, അത് കേരളത്തെ കേരളത്തിനെ വ്യത്യസ്തമായിട്ടാണല്ലോ. അല്ല, അങ്ങ് പറയുന്നത് കേരളത്തിലും INDA മുന്നണിയെ പോലെ CPM കോൺഗ്രസ് ഒരേ മുന്നണിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാവും. വരുന്ന ഒരു ഗവൺമെന്റ് 2026 കേരളത്തിലുണ്ടാവും. അതായത് 2004 ദേശീയ തലത്തിൽ ഉണ്ടായതുപോലെയുള്ള ഒരു മുന്നണി സംവിധാനം കേരളത്തിലുണ്ടാവുകയും 1960 മുതൽ അല്ലെങ്കിൽ 67 മുതൽ നിന്നിരുന്ന ഈ ബൈപോളാർ പോളിറ്റിക്സിന്റെ ഏതാണ്ട് അവസാനം ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ വിധി എഴുതി. ലാസ്റ്റ് ലാപ്പാണിത്. അതെ. അപ്പോൾ ഒരു കാര്യം സംഘപരിവാരവുമായി അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്, സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ആള് ഈ തെരഞ്ഞെടുപ്പോടെ പൂർണ്ണമായും അപ്രസക്തനാകുമോ? അല്ലെ, സന്ദീപ് വാര്യര് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം ഒരു സ്റ്റാർ ആയിരുന്നു തിരഞ്ഞെടുപ്പ് ചർച്ചകളിൽ. പൊതുവെ സംഘപരിവാർ പ്രസ്ഥാനത്തിലെ സംവാദകരുടെ ഇടയിൽ ഒരു ഡൈനാമിക് ആയിട്ടുള്ള യങ് ആയിട്ടുള്ളൊരു വോയിസ് ആയിട്ട് വന്നു. അതിനപ്പുറം കേരളത്തിലെ സംഘപ്രസ്ഥാനങ്ങളുടെ വേദികളിൽ അദ്ദേഹം ഒരു നിറസാന്നിധ്യമായിരുന്നില്ല. ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിറസാന്നിധ്യമാണ്. യുവാക്കളുടെ ഇടയിൽ, ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഈ ആശയപരമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ടാവാം. പക്ഷേ സംഘടനാപരമായിട്ട് സന്ദീപ് വാര്യർ കേരളത്തിലെ സംഘപ്രസ്ഥാനങ്ങൾക്ക് ആ തരത്തിൽ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തതായിട്ട് അല്ല. അദ്ദേഹത്തിന്റെ രാജിയുണ്ട് BJP കൂടുതൽ കൺസോളിഡേറ്റ് ചെയ്യുകയും കുറച്ചടഞ്ഞു വന്നിരുന്ന മുഴുവൻ പേരും വന്നു ചേരുകയും ചെയ്തു. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, സന്ദീപ് വാര്യർ ഇടഞ്ഞ് BJPക്ക് അകത്ത് നിന്നിരുന്നെങ്കിൽ അതുണ്ടാകുന്ന ചലനം BJPക്ക് ദോഷം ചെയ്തേനെ. ഇത് സന്ദീപ് വാര്യർ എന്നുള്ള അധ്യായം അടഞ്ഞു കഴിഞ്ഞു. ഇനി സന്ദീപ് വാര്യർ പോയ സ്ഥലത്തും അദ്ദേഹത്തിന് സ്കോപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല, BJPക്ക് നഷ്ടം ഉണ്ടാകുന്നുമില്ല. മാത്രമല്ല സന്ദീപ് വാര്യർ, ഞാൻ സോഷ്യൽ മീഡിയയിൽ സന്ദീപ് വാര്യരെ സപ്പോർട്ട് ചെയ്തിരുന്ന പല സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും പൂർണ്ണമായിട്ടും സന്ദീപ് വാര്യർക്ക് എതിരായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ കൺഫ്യൂഷൻ സന്ദീപ് വാര്യർ സഹായിച്ചിട്ടുണ്ട്, ഒരു ഇല്ലാതാക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇലക്ഷനിലും പാണക്കാട് ചെന്നതുകൊണ്ട് അദ്ദേഹം BJPയെ സഹായിക്കുക ചെയ്തത്. അതായത് BJP അണികളിൽ ഒരു തരത്തിലുമുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കിയില്ല. അദ്ദേഹത്തിന്റെ ജന്മം എന്നുള്ള അദ്ദേഹം തന്നെ സ്ഥാപിക്കുകയാണ്. ഒരു പുതിയ ജന്മമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ. ആ പുനർജന്മം കേരള രാഷ്ട്രീയത്തിൽ എത്രമാത്രം ശോഭിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ ജയപ്രസാദ് സാറിൻ്റെ ഈ ഒബ്സർവേഷനോട്, നിരീക്ഷണത്തോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? അതല്ല, ഈ അടുത്ത തിരഞ്ഞെടുപ്പോടെ UDFും LDFും മെർജ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നാണ്? ഒരിക്കലുമില്ല. കാരണം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയം കെട്ടിപ്പടുത്തിരിക്കുന്നത് കോൺഗ്രസ് വിരോധത്തിലാണ്, BJP വിരോധത്തിലല്ല. അതുപോലെ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധമാണ്. അത് ഇപ്പോഴും മനസ്സിൽ നിലനിൽക്കുന്നത് കൊണ്ട് കേരളത്തിൽ ഇന്ത്യ മുന്നണി ഏത് രൂപത്തിൽ ഇന്ത്യയിൽ മൊത്തമായി പാൻ ഇന്ത്യ തലത്തിൽ പ്രവർത്തിച്ചാലും കേരളത്തിൽ അതിനുള്ള ഒരു അന്തരീക്ഷം ഒരുങ്ങുമെങ്കിലും മേൽത്തട്ടിൽ ഒരുപക്ഷെ യോജിപ്പുണ്ടാകാമെങ്കിൽ പോലും താഴെ തട്ടിലേക്ക് ആ യോജിപ്പ് കൊണ്ടുവരാൻ കഴിയില്ല. അത് ബംഗാളിൽ നമ്മൾ കണ്ടതാണ്. ബംഗാളിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിനേക്കാൾ വ്യത്യസ്തമാണ്. എന്നിരുന്നാലും അത്ര സുഖം ബംഗാളിൽ കോൺഗ്രസ് CPM ഒന്നിച്ചു, പക്ഷേ ഒന്നിച്ചെങ്കിൽ പോലും അണികൾ ഒന്നിച്ചല്ല. കാരണം ഒരിക്കലും തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കാൻ മാറ്റം ഏതായാലും ഉറപ്പാണ്, ഒരു മാറ്റം ഉറപ്പാണ്. ഞാൻ കരുതുന്ന ഒരു ചിത്രം, ഇവിടെ ഒരു വനത്തിൽ 3 സിംഹങ്ങൾ പറ്റില്ല. 2 സിംഹങ്ങൾ അതിർവരമ്പ് തിരിച്ച് നിർത്താനാവും. അതിൽ ഒരു സിംഹം അസ്തമിച്ചു പോകും, വനം മാറിപ്പോകേണ്ടി വരും.
അത് കോൺഗ്രസ് ആണോ പോകേണ്ടി വരുന്നത്, CPM ആണോ പോകേണ്ടി വരുന്നത് എന്നതിലാണ് എൻ്റെ ആശയക്കുഴപ്പം. അല്ല, അത് പോകുമെന്നുള്ള കാര്യത്തിൽ അങ്ങേക്ക് സംശയമില്ല. നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ ദീർഘകാല പ്രഡിക്ഷൻസ് എന്ന് പറയുന്നത് വളരെ രാഷ്ട്രീയം ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതെ. ആര് വിചാരിച്ചു ഈ മമതാ ബാനർജി അധികാരത്തിൽ വരുമെന്നും CPM-ന്റെ 3 പതിറ്റാണ്ടത്തെ CPM-ന്റെ കുത്തക ബംഗാളിൽ തകരുന്നത് വരെ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പോൾ അതുപോലെ കേരളത്തിൽ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഉണ്ടായത് കോൺഗ്രസിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനേക്കാൾ കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയാണ്. അല്ല, UDF സംവിധാനം ഒരു ജാതികൾ, മതങ്ങൾ, വംശങ്ങൾ, വർണ്ണങ്ങൾ എല്ലാം ചേർന്ന ഒരു റെയിൻബോ കോയലീഷനാണ്. അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് കേരളത്തിൽ. പക്ഷേ ഇടതുപക്ഷം കുറച്ചുകൂടെ സൈദ്ധാന്തിക അടിത്തറയാണ്. ഇടതുപക്ഷത്തിൻ്റെ വർഗ സ്വഭാവം മാറിക്കഴിഞ്ഞു. അപ്പോൾ പുതിയ ഒരു ജനറേഷൻ ഈ വർഗ സ്വഭാവമാണ് ഒരുപക്ഷെ ആ പാർട്ടിയെ ഒരുമിച്ച് നിർത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ബൂർഷ്വാവൽക്കരണം, CPM-ന്റെ ബൂർഷ്വാവൽക്കരണവും ഈ ചങ്ങാത്ത മുതലാളിത്ത സംസ്കാരവും എല്ലാം തന്നെ വലിയ മടുപ്പാണ് ഒരു സപ്പോർട്ട് ബേസിൽ, ഒരു സൈദ്ധാന്തിക സപ്പോർട്ട് ബേസിൽ കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് ഇനിയിപ്പം ഈ അങ്ങനെ ഒരു സ്പേസ് അവിടെ ഉണ്ടാവില്ല. ഇനി കുറേയൊക്കെ ഡെമോക്രാറ്റിക് സെൻട്രലിസം, സൈദ്ധാന്തിക അടിത്തറ, കുറേ വലിയ മുദ്രാവാക്യങ്ങൾ, അതൊക്കെ ഒരു കാലഘട്ടത്തിൻ്റെ പാലക്കാട്ടെയും അല്ലെങ്കിൽ പിന്നെ ഈ കുട്ടനാട്ടെയൊക്കെ വലിയ പോരാട്ട കഥകളൊക്കെ KPSCയിലൂടെയൊക്കെ പാടി പുകഴ്ത്തിയിരുന്ന ഒരു കാലമുണ്ട്. അതൊക്കെ കഴിഞ്ഞു. കേരളത്തിൻ്റെ എനിക്ക് ഇതിനോട് വിയോജിപ്പുള്ളത്, കാരണം ഇന്ത്യയിൽ കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് കോൺഗ്രസിനോടൊപ്പം നിന്നാണ് CPM-ഉം CPI-യും മത്സരിക്കുന്നത്. അതിൽ ഇപ്പം ജാർഖണ്ഡ് പോലുള്ള സ്ഥലത്ത് അവരേക്ക് സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പം നമ്മൾ കണ്ടു, രാജസ്ഥാനിൽ കണ്ടു, തമിഴ്നാട് തൊട്ടായാൽ സംസ്ഥാനം, പാലക്കാട് തൊട്ട് ബോർഡർ കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ CPM മത്സരിച്ച മണ്ഡലം പാലക്കാടിൻ്റെ ബോർഡർ മണ്ഡലമാണ്, കോൺഗ്രസ് DMK മുന്നണിയിൽ നിന്നുകൊണ്ട്. അപ്പം അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു ആശയപരമായ പ്രശ്നമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് കേരളത്തിൽ CPM-നും കോൺഗ്രസിനും ശക്തമായ അടിത്തറയുണ്ട്. ഓരോ 5 വർഷത്തിലും മാറി തിരഞ്ഞെടുപ്പിൽ മുന്നണികൾ മാറി വന്നതുകൊണ്ട് ഈ മുന്നണികൾ സുശക്തമായി ബൈപോളർ പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടുപോയി. ഇന്ന് ആ ബൈപോളർ പൊളിറ്റിക്സിൽ പോളറൈസ്ഡ് പൊളിറ്റിക്സിൽ കോട്ടം തട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആസ്പെക്റ്റ് വേണം. ഒന്നുകിൽ ഈ മൂന്നാമത്തെ ഒരു ഫോഴ്സിനെ ഈ രണ്ടിലൊന്ന് കൂട്ടിച്ചേർക്കണം. അത് കേരളത്തിൽ BJP-യെ ഇടതും വലതും ചേർക്കാൻ സാധ്യതയില്ല. ഇവിടെ ഒരു പോളറൈസേഷൻ, വേറൊരു നമ്മൾ പറയാത്തൊരു പോളറൈസേഷൻ സമാന്തരമായിട്ട് നടക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇന്ന് എണ്ണത്തിൻ്റെ കാര്യത്തിൽ ആ 18% എന്നത് തുടരുന്നു. കേരളത്തിൻ്റെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ എണ്ണം 18% നിന്നും 26-27% വളർന്നിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഗ്രോത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കേരളത്തിൻ്റെ ഡെമോഗ്രാഫിക് കോമ്പസിഷൻ മാറിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ, വലിയ തോതിൽ മുനമ്പം വിഷയം പോലെയുള്ള വിഷയങ്ങളിൽ നിരന്തരമായി നിലപാടെടുക്കാൻ ക്രൈസ്തവരുടെ ഒരു വിഭാഗം നിർബന്ധിതരാകുന്നു. അവർ ഏത് നിലപാടാണ് എടുക്കുന്നത്? UDF അനുകൂലമോ LDF അനുകൂലമോ നിലപാടെടുക്കാൻ ചിലപ്പോൾ സാധിക്കാതെ വരും. കാരണം ഈ രണ്ട് കക്ഷികളും, രണ്ട് മുന്നണികളും തൃശ്ശൂര് ഒരു പരിധി വരെ കൃത്യമായി പാലക്കാട് 3% മാത്രമേ ആണെങ്കിൽ പോലും അവർ വോട്ട് ചെയ്തത് BJP-ക്കാണ്. കൃത്യമായി പറയാനാവില്ല. അല്ല, തൃശ്ശൂരില് സുരേഷ് ഗോപി ഒരു സിനിമാ താരം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ക്രൈസ്തവർ BJP-ക്ക് വോട്ട് കൊടുക്കില്ല. കാരണം കേരളത്തിലെ ക്രൈസ്തവരുടെ വോട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നരേന്ദ്രമോദിയിലുള്ള വിശ്വാസമാണ്. ഒരു സിനിമാ താരത്തിൽ നിർത്തി വോട്ട് വാങ്ങാൻ കഴിയുന്ന വോട്ടൊന്നുമല്ല. വളരെ പൊളിറ്റിക്കലി മെച്യൂറായിട്ടുള്ള വോട്ടാണ്. ആ വോട്ട് പൊളിറ്റിക്കലായിട്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയത്. സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ മേന്മയുണ്ടാകാം. പക്ഷേ ഞാൻ ഈ മണ്ഡലങ്ങളുടെ കഴിഞ്ഞ 10 വർഷത്തെ തിരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ മണ്ഡലങ്ങളിലെ BJP-യുടെ ഗ്രോത്ത് 2016 മുതലുള്ളൊരു ഗ്രോത്ത് ഉണ്ട്. ആ ഗ്രോത്തിൻ്റെ ഇതാണ് വിജയം. പക്ഷേ ഒരു സുരേഷ് ഗോപിയുടെ സാന്നിധ്യം അതിനെ കുറച്ചുകൂടി, അതായത് 75,000-ലേക്ക് ഭൂരിപക്ഷത്തെ ഉയർത്തി എന്നുള്ളതാണ്. അപ്പം തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വോട്ടിംഗ് ബിഹേവിയർ കേരള രാഷ്ട്രീയത്തിലെ പ്രകടമായ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. അത് വരുന്ന തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും. മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിക ഭീകരതയും യൂറോപ്യൻ വേൾഡും, അതായത് ക്രിസ്ത്യൻ ലോകവും തമ്മിലുണ്ടാകുന്ന സംഘർഷം, ഇപ്പോൾ ഈ പല യൂറോപ്യൻ സമൂഹങ്ങളിലും വ്യാപകമായ സംഘർഷത്തിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. വളരെയധികം ഇസ്ലാമിനെതിരായിട്ടുള്ള പ്രചരണങ്ങളും മൈഗ്രേഷനെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനവും കേരളത്തിലുണ്ടാവും. കേരളത്തിൽ വരുന്ന കേരളം ഞാൻ വിഭാവന ചെയ്യുന്ന കാണുന്നത് അടുത്ത ഒരു 4 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞുള്ള കേരളം ഇന്ന് നമ്മൾ പരമ്പരാഗതമായി നമ്മൾ ചിന്തിച്ചുറപ്പിച്ച നമ്മുടെ രാഷ്ട്രീയ തലത്തിലും മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു ക്യാൻവാസ് ഉണ്ട്.
ആ ഇടത് വലത് മുന്നണി മുസ്ലിം ലീഗ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന് അതിന് ബദലായ ഒരു കേരള രാഷ്ട്രീയം ഉയർന്നു വരും. കാരണം അതിൽ ലോക രാഷ്ട്രീയത്തിൻ്റെയും ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും കേരളത്തിലെ ആഭ്യന്തരമായ മുസ്ലിം ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ടായ മാറ്റത്തിൻ്റെയും പ്രതിഫലനമാണ്. ഓക്കെ, വ്യക്തമാണ്, വളരെ വളരെ വ്യക്തമാണ്. 20% വോട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേടിയാൽ അതിനടുത്ത 10 വർഷത്തിനുള്ളിൽ അവർ അധികാരത്തിലെത്തും എന്നുള്ളത് രാഷ്ട്രമീമാംസയിലെ ഒരു സിദ്ധാന്തമാണ്. ഒരു പക്ഷേ കേരളത്തിൽ അത് ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു പുതിയ ധ്രുവീകരണം ഉണ്ടാവുകയാണ്. മുസ്ലിം, വഖഫ്, ആ ജിഹാദി, ലവ് ജിഹാദ് തുടങ്ങിയ ഭീകരതയ്ക്കെതിരെ ക്രിസ്തീയ സമൂഹം BJPയുമായുള്ള ഒരു ചങ്ങാത്തത്തിലേക്കോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ചിറകിനടിയിൽ അവരും ആശ്വാസം കെട്ടുന്ന ഒരു രീതിയിലേക്കോ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അടുത്ത വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ അതിൻ്റെ സൂചനയായിരിക്കും. അതിൻ്റെ പ്രതിഫലനം ഈ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ വ്യക്തമാകും എന്നാണ് ഈ ബഹുമാനപ്പെട്ട 2 രാഷ്ട്രീയ നിരീക്ഷകരും ഇവിടെ വ്യക്തമാക്കുന്നത്. നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. നന്ദി, നമസ്കാരം.